ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയർത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. വില പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യമായി വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 85% ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിൻ്റെ കൺസപ്ഷൻ്റെ കാര്യത്തിലുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. അതായത് നമ്മൾ ഹെവിലി ഡിപ്പെൻഡ് ചെയ്യാണ് മറ്റു രാജ്യങ്ങളെ. അതാണ് ഞാൻ പറഞ്ഞ ദീർഘവീക്ഷണം ഇല്ലായ്മ എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് അല്ല, മുൻകാലങ്ങളിലുള്ള ഗവൺമെൻറ്റുകളുടെ പ്രശ്നമാണ്. അറബിക്കടലിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിനകത്ത് വലിയ റിസോഴ്സസ് ഉണ്ട് എന്നുള്ള പഠനങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ മുതലുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്താണെന്നറിയുമ്പോൾ ഒരിക്കൽ കൂടിയ വില താഴോട്ട് വരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങി അന്ന് മുതൽ നമ്മൾ ഇന്ത്യക്കാർ ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ഒപ്പം തന്നെ പെട്രോളും കൂടി ഇല്ലാതാവുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം നയാര പെട്രോൾ പ്രൈസ് കൂട്ടിയപ്പോൾ അത് ബലപ്പെടുകയും ചെയ്തു. സെൻട്രൽ ഗവൺമെൻറ് ഒരു നിർണായകമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. പെട്രോൾ എക്സൈസ് ഡ്യൂട്ടി കുറച്ചു, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒരു 10 രൂപയോളം കുറവ് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണം സാധാരണക്കാർക്ക് നിലവിൽ കിട്ടില്ല. എങ്കിൽ പോലും രാജ്യത്ത് പെട്രോൾ വില കൂടാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണിതെന്നാണ് കേന്ദ്രം പറയുന്നത്. ഇനി ഈ ക്രൂഡ് ഓയിലിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇന്ത്യയുടെ കൺട്രോളിൽ നിൽക്കുന്നൊരു വിഷയമല്ല. പിന്നെ രാജ്യത്ത് ഇത് ഇലക്ഷൻ കാലമാണ്. എത്ര കാലം ഈ ചെറിയൊരു മാറ്റം കൊണ്ട് ഇന്ത്യക്ക് ഇങ്ങനെ വില കൂട്ടാതെ പിടിച്ചു നിർത്താൻ പറ്റും? അധികം വൈകാതെ തന്നെ നമ്മൾ ഭയക്കുന്ന ആ ഒരു ഇന്ധനവില വർധനവ് ഉണ്ടാവുമോ? തോമസെ, ഉറപ്പായിട്ടും ഇന്ധനവില വർധനവ് ഇല്ലാതെ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കാതെ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. താൽക്കാലികമായിട്ട് അതിങ്ങനെ ചെയ്തിരിക്കുന്നത് 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയർത്തുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. മാത്രമല്ല പാചകവാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിലയും വീണ്ടും വർധന വരുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഒരുപക്ഷെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം ഒരു നടപടിയിലേക്ക് പോകുമോ എന്നുള്ളത് മാത്രമാണ് കൃത്യമായിട്ട് അറിയേണ്ടതുള്ളൂ. പൊളിറ്റിക്കലായിട്ടുള്ള കൺസേണിൻ്റെ പുറത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് മാറ്റിവെക്കപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടാകാം. പക്ഷേ എങ്കിലും വില പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യമായി വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഗവൺമെൻറ് അതിനെ ഏറ്റവും ആശങ്കപ്പെടുന്നത് ഇൻഫ്ലേഷണറി പ്രഷേഴ്സ്, പണപ്പെരുപ്പം വളരെ വലിയ തോതിൽ കുതിച്ചു വരുന്നതിന് കാരണമാകും. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കാരണം പറഞ്ഞ് ഹോട്ടലുകളിൽ ഭക്ഷണത്തിൻ്റെയും ചായയുടെയും പലഹാരങ്ങളുടെയും എല്ലാം വില വർദ്ധിച്ചു കഴിഞ്ഞു. മറ്റുൽപ്പന്നങ്ങളുടെയും വിലയെല്ലാം വർദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചരക്ക് നീക്കം അടക്കമുള്ള കാര്യങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു വലിയ ആശങ്ക ഗവൺമെൻറ്റിനുണ്ട്. ഇന്ത്യൻ ഇക്കോണമിയുടെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ വലിയൊരു തകർച്ചയിലേക്ക് അത് പോകുന്നതിനുള്ള സാഹചര്യമുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ വില വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നതിൻ്റെ റീസൺസും കൂടിയും ഞാനൊന്ന് ചെറുതായിട്ട് പറയാം. അതായത് ഇപ്പോൾ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയാണ് 10 രൂപ കുറച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പെട്രോളിൻ്റെ എക്സൈസ് ഡ്യൂട്ടി 3 രൂപയായിട്ട് താഴെയാണ് സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി. അതേസമയത്ത് ഡീസലിൻ്റെ കാര്യത്തിൽ അത് 0 ആയിട്ടും മാറുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ നഷ്ടത്തിലേക്ക് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ കുറച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഈ എക്സൈസ് ഡ്യൂട്ടി അവർ അടയ്ക്കേണ്ടാത്തതുകൊണ്ട് 30-40% വരെ അവരുടെ നഷ്ടം നികത്താൻ, വാർഷിക നഷ്ടം നികത്താൻ കഴിയും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് 60% നഷ്ടം വീണ്ടും അവർ സഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാര്യത്തിൽ 24 രൂപ പെട്രോളിൻ്റെ കാര്യത്തിൽ 1 ലിറ്ററിന് കമ്പനികൾ നഷ്ടം സഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡീസലിൻ്റെ കാര്യത്തിൽ 30 രൂപയാണ് ഇപ്പോൾ. അപ്പോൾ ഈ അനിശ്ചിതത്വം ക്രൂഡ് മാർക്കറ്റിൽ തുടരുന്നു. വില 50% ആവറേജ് കഴിഞ്ഞ ദിവസങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇനി അത് വർദ്ധിക്കുമോ എന്നുള്ള ആശങ്ക ശക്തമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇത് തരണം ചെയ്യാൻ കൺസ്യൂമേഴ്സിലേക്ക് ഇത് പാസ് ഓൺ ചെയ്യുക എന്നുള്ളതിൽ കവിഞ്ഞ ഒരു മറുപടിയും കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ഗവൺമെൻറ് ആൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു മെക്കാനിസം. ഇതിനകത്ത് 2 ദിവസം മുമ്പ് തോമസ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ചൈന ഒരു വമ്പൻ ഇലക്ട്രിക് ഗ്രിഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എണ്ണയുടെ അടിസ്ഥാനമാക്കിയുള്ള ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് മാറി സ്വന്തമായ നിലയിൽ 10-50 കൊല്ലത്തേക്ക് ഊർജ്ജത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് അങ്ങനെയാണ് ഓരോ രാജ്യങ്ങളും മാറുന്നത്. അത്തരം ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വം, ഭരണ നേതൃത്വം, ഗവൺമെൻറ് നമുക്കില്ലാതെ പോയതിൻ്റെ ഒരു പ്രശ്നം കൂടി അതിൽ അവശേഷിക്കുന്നുണ്ട്. ഇനി മറുവശത്ത് വേറൊരു വസ്തു കൂടെ നോക്കാം. ഗവൺമെൻറ്റിന് ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 1,60,60,000 കോടി രൂപയുടെ നഷ്ടം
ഈ 10 രൂപ കുറയ്ക്കുമ്പോൾ വർഷത്തിൽ ഗവൺമെൻറ് ഉണ്ടാവും. അതായത് ബഡ്ജറ്റ് തന്നെ ആകെ മാറുകയാണ്. മനസ്സിലായില്ലേ? 1,60,000 കോടി രൂപയാണ് കുറയാൻ പോകുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് എങ്ങനെ തരണം ചെയ്യുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിന് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡീസലിൻ്റെയും ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിൻ്റെയും എക്സ്പോർട്ടിന് ഒരു അഡീഷണൽ ആയിട്ടുള്ള ലെവി, എക്സ്പോർട്ട് ഡ്യൂട്ടിയിൽ അഡീഷണൽ ആയിട്ടുള്ള ലെവി ചുമർത്തിയിട്ടുണ്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് കുറച്ച് ഈ 1,60,000 കോടി രൂപയുടെ നഷ്ടം കുറയ്ക്കാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വലിയ ഭീമമായ റവന്യൂ ലോസ് ഗവൺമെൻറ് സഹിക്കേണ്ടി വരികയാണ്. അത് ബഡ്ജറ്റിനെ തകിടം മറിക്കും. കാരണം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന വരുമാനം അവിടെ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് ഗവൺമെൻറ്റിന് ഇനി അഡീഷണലായിട്ട് ഒന്നും ചെയ്യാൻ ഈ കാര്യത്തിലില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക, ഗവൺമെൻറ് തോമസ് പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ ഇത്തരത്തിലുള്ള നിലപാട്, നയപരമായ തീരുമാനം ഇങ്ങനെയാണെന്നിരിക്കെ നയര എന്ന് പറയുന്ന സ്വകാര്യ കമ്പനി, അത് റഷ്യയിലെ റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് 49% ഓഹരി പങ്കാളിത്തമുള്ളൊരു കമ്പനിയാണ്. അവർ അവരുടേതായ നിലയിൽ ഡീസലിനും പെട്രോളിനും 5 രൂപ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലേക്ക് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് താൽക്കാലികമായി ഗവൺമെൻറ് ഈ പണി ചെയ്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സിറ്റുവേഷനും ഗവൺമെൻറ്റിൻ്റെ റവന്യൂവും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ നഷ്ടവും എല്ലാം നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് എടുത്തു പറയണം. കാരണം ദീർഘവീക്ഷണമില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ പ്രശ്നമാണ്. ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യത്ത് കൺസ്യൂമേഴ്സിൻ്റെ, സാധാരണക്കാരൻ്റെ പെടലിക്ക് ഇത് എടുത്തു വയ്ക്കേണ്ടതായിട്ട് വരികയാണ്. കേന്ദ്ര പെട്രോളിയം മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യക്ക് മുന്നിൽ ആകെ 2 ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു തീരുമാനത്തിന് തൊട്ട് മുന്നേ വരെ. അതായത് ഇപ്പോൾ ഈ സൗത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളിൽ അവിടെ 50% കൂടിയിട്ടുണ്ട് പെട്രോൾ വില. അതുപോലെ സെൻട്രൽ അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്പിലും ഏകദേശം 20% വർധനവുണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ അങ്ങനെ ഈ രാജ്യങ്ങളെ പോലെ പെട്രോൾ വില കൂട്ടാൻ കമ്പനികളെ അനുവദിക്കുക, അതല്ലെങ്കിൽ ഭീമമായ നഷ്ടം സഹിച്ച് ഇപ്പോൾ ചെയ്ത പോലെ എക്സൈസ് ഡ്യൂട്ടി കുറച്ച് സർക്കാരിന് നഷ്ടമുണ്ടാക്കി ജനങ്ങളെ സ്റ്റേബിളാക്കി നിർത്താം. ഞങ്ങൾ നിലവിൽ 2ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. സാറ് പറഞ്ഞ പോലെ ഏകദേശം 2 ലക്ഷം കോടിക്ക് അടുത്ത് നഷ്ടമാണ് ഇതിൻ്റെ പേരിൽ ഗവൺമെൻറ് സഹിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് വലിയ രീതിയിൽ നാച്ചുറൽ ഓയിൽ റിസർവ് ഒന്നും ഇല്ലാത്തൊരു രാജ്യം, നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് അധികകാലം ഈ നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. സർക്കാരിനും കമ്പനികൾക്ക് അങ്ങനെ ഒരു കൺസേൺ ഇല്ലെന്ന് നമുക്ക് നേരത്തെ പല കാര്യങ്ങളിലും അറിയാം. അപ്പോൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് തൊട്ട് പിന്നാലെ നമ്മൾ ഭയക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ തന്നെ സാധ്യത അല്ല. 85% ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിൻ്റെ കൺസപ്ഷൻ്റെ കാര്യത്തിലുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. അതായത് നമ്മൾ ഹെവിലി ഡിപ്പെൻഡ് ചെയ്യാണ് മറ്റ് രാജ്യങ്ങളെ. അതാണ് ഞാൻ പറഞ്ഞ ദീർഘവീക്ഷണം ഇല്ലായ്മ എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് അല്ല, മുൻകാലങ്ങളിലുള്ള ഗവൺമെൻറ്റുകളുടെ പ്രശ്നമാണ് ഇത്. വേറൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഊർജം പോലെയുള്ള മർമ്മപ്രധാനമായിട്ടുള്ളൊരു ഏരിയയെ ഇത്തരത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ അപകടം ഇപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതിൻ്റെ ഈ കാര്യത്തിൽ നമ്മുടെ അറബിക്കടലിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിനകത്ത് വലിയ റിസോഴ്സസ് ഉണ്ട് എന്നുള്ള പഠനങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ മുതലുണ്ട്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഈ മുംബൈ ഓഫ് ഷോറിൽ മാത്രം എന്തുവാണ് ഒരു എക്സ്പെഡിഷൻ ചെയ്യുന്നത്. വേറെ ഒരു സ്ഥലത്തും നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്യുന്നില്ല. കാവേരി തടങ്ങളിലുള്ള ഗ്യാസ് റിസോഴ്സസ് ഉണ്ട്. ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു പര്യവേഷണം നടത്തി അത് യൂസ് ചെയ്യുന്നൊരു നിലയിലേക്ക് പോകുന്നില്ല. അതിന് പകരം നമ്മൾ അങ്ങനെ വാങ്ങിച്ച് കൂട്ടി അതിൻ്റെ ചില കമ്മീഷനും മറ്റു കാര്യങ്ങളും മറ്റ് ഇടപാടുകളും ഒക്കെ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റ് രീതിയിൽ വരുമാനം ഉണ്ടാവുള്ളൂ. ഇത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റു രീതിയിലൊക്കെ. അപ്പോൾ ആ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ തുടരുകയാണ്. പിന്നെ രണ്ടാമത്തെ മാർഗം സ്വീകരിച്ചിരിക്കുന്ന ഹർദീപ് സിംഗ് പുരി പറയുന്നത് എന്തോ ഒരു ഔദാര്യം പോലെയാണ് പറയുന്നത്. മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിലുള്ള പ്രശ്നം എന്താ? അവിടെ ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് വളരെ ലോ ആണ്. അവർക്ക് റവന്യൂ ഉണ്ട്, വരുമാനമുണ്ട്, ആളുകൾക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ജനങ്ങൾക്ക് വരുമാനമുണ്ട്. ഭൂരിപക്ഷം രാജ്യങ്ങളിൽ, ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വില അല്പം ഉയർന്നു എന്നുള്ളതുകൊണ്ട് ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം അവർക്കില്ല. മാത്രമല്ല, ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്താണെന്നറിയുമ്പോൾ ഒരിക്കൽ കൂടിയ വില താഴോട്ട് വരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്? പൂളിൻ്റെ വില
സാധാരണ കടകളുടെ 70 80 90 ഒക്കെ ആക്കി. ഇനി പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഊണിൻ്റെ വില താഴോട്ട് വരാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവശേഷിക്കുന്നുണ്ട്. ഹൈലി ഇൻഫ്ലേഷണറി ആയിട്ട് നിൽക്കുന്ന ദരിദ്രന്മാർ ജീവിക്കുന്ന, വളരെ പാവപ്പെട്ടവർ ജീവിക്കുന്ന ഒരു രാജ്യത്തേക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നായ എനർജി റിസോഴ്സസിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന ക്ഷാമവും അതിൻ്റെ വിലക്കയറ്റവും ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ചിന്തിക്കാൻ മതി. അത് ഡെവലപ്ഡ് നേഷനെയോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒന്നും താരതമ്യം ചെയ്ത് ഞങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു, ഞങ്ങളിതാ നിങ്ങൾക്ക് ഔദാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന മട്ടിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചൈന മുൻകൂട്ടി കാണുന്നു. ഇത് കണ്ടുകൊണ്ട് അവരതിൻ്റെ കാര്യങ്ങൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ഇതിലേക്ക് തീവ്രമായി പോയി കഴിഞ്ഞു. അതായത് കാറ്റ്, വെള്ളം, മറ്റ് സൗരോർജം ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മെഗാ പ്രോജക്റ്റാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു രാജ്യത്തെ എനർജിയുടെ കാര്യത്തിൽ ആശ്രയിക്കേണ്ടി വരില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. അപ്പോൾ അതെല്ലാം അവർ കാണുന്നു. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം ഇതാണ്. അതുകൊണ്ട് നമുക്ക് ചുരുക്കാനുള്ള സംഭവം ഇതാണ്. ഈ സാഹചര്യം എന്ന് പറയുന്നത് തീവ്രമായൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം വിലക്കയറ്റം വളരെ രൂക്ഷമാവും. അടിസ്ഥാന ഊർജ്ജ സോഴ്സുകളുടെ വിലക്കയറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സമസ്ത മേഖലയും വിലക്കയറ്റം ഉണ്ടാകുക എന്നാണ് അർത്ഥം. പച്ചക്കറി ഉപ്പോട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ദുരിതപൂർണമായൊരു സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ ഇക്കോണമിയുടെ ദൗർബല്യങ്ങൾ കൂടി നമുക്കിപ്പോൾ ഈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ് ചുരുക്കി നമുക്ക് പറയാൻ കഴിയുക.